ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹാപ്പി ഓണം. രാവിലെ തന്നെ ഞങ്ങളെ വീട്ടിൽ മാവേലി വന്നിട്ടുണ്ട്. മോള് മദ്രസയിൽ പോകാൻ നോക്കുന്ന സമയമായിരുന്നു എത്തിയത്. അങ്ങനെ മാവേലിയും കണ്ടു. ടാറ്റ പോവാ, നീനച്ചിൻ്റെ വീട്ടിൽ പോവാ. നീനച്ചി ഓണത്തിന് വിളിച്ചിട്ട് വാവേന പോവാ. ആ വാവൻ വാവനെ കൂട്ടാ. ഐഫോൺ വാ ഇങ്ങോട്ട് വാ. ഇവിടെ 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 വാ 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 ഇവിടെ വാ വാ വാ. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. മോളിതാ പൂക്കളത്തിന് ചുറ്റും ഓടി കളിക്കുകയാണ്. അടുക്കളയിൽ അണ്ടി മുന്തിരി ഉള്ളി ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചിക്കനൊക്കെ ഉണ്ട് പൊരിക്കുന്നു. അമ്മമ്മ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നീനച്ചി മല്ലിച്ചപ്പ് വാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ചതാണ്. ഓണത്തിന് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഇല്ലാണ്ടായി ഇപ്പൊ അപ്പം ഇത് കാണാൻ. ആവി മാത്രമേ കാണുന്നുള്ളൂ. വലിയ വട്ടയിലാക്കി സുഖിയാനെ ചോറം കൊണ്ടുവച്ചിട്ട് ഇത്ര നേരം 4-5 ആൾക്കാരെല്ലാം മേലുണ്ട്. ഇനിയിപ്പൊ ആരുമില്ല. വേണ്ടാത്തന്നെ പറയാൻ കേട്ടിട്ടാ. ഇത് ചപ്പ് കുറഞ്ഞു അവിടെ അതിയാവുമില്ലേ ആയിഷപ്പാടില്ല. ആവശ്യമില്ല ഇവിടെ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് ഇതാക്കി പിടിച്ചിട്ടിടും. അത് ചില സമയം ഇടും, ചില സമയം ഇടും. അത് എഡിറ്റ് ഐഫ് സമ്മതിക്കില്ല. നമുക്ക് അന്നേരം ഫോൺ വേണ്ടി വരും. ദേശം വലിപ്പല്ലേ ഒന്നുമില്ല. എനിക്ക് കിട്ടി. ഞാൻ നോക്കിയായിരുന്നു എടുത്ത്. ഞാൻ കൊത്തുന്നുണ്ടോ? അല്ല റാശി വൈകുന്നേരത്തെ പരിപാടിക്ക് വന്നാ പോണമെന്നല്ല. ഐഫോനെ കൊണ്ട് നടക്കുമോ? അവിടെ ഒന്നും ഇല്ലാണ്ടെങ്കിൽ മഴയല്ലേ? മഴയൊന്നുണ്ടോ? കഴിഞ്ഞു. ഇനി പോയി മക്കൾ പിന്നെ ഇതിലൂടെ ചോറെല്ലാം വെളുപ്പിത്തുന്നു. ഇതിലൂടെ ഉമ്മാന്റെ ബിരിയാണി അങ്ങ് ഫേമസ് ആക്കി തരാൻ. അതിന്റെ മോളെ കാണൽ ഇത് കുഴപ്പമൊന്നുമില്ല. കാണിച്ചു തരും. നിന്റെ പരിപാടി കാണിച്ചു തരും മക്കളെ. നിങ്ങൾ സമ്പൂർ സമ്പൂർ സമ്പൂറൊക്കെ അത് ആവിമലാനാക്കി തരാം. രാവിലെ പോകുമ്പോ ചായ കൂടി കുടിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കും. ആ ബാജുവിന്റെ അടുത്ത് അവളുണ്ടാവൂല. പിന്നെ ഞാൻ വിളിച്ചിട്ട് 1 മണിയാവാനായി. രാത്രി ചായ കുടിച്ചിട്ട്
ലൈവിടില്ല, ഞാൻ ലൈവിടില്ല. ലൈവിട്ട് എനിക്ക് ശരിയാവില്ലടി. ഇതെല്ലാം കലപ്പില് പോവൂലേ, ആരല്ല കാണില്ല. കക്കിരി ഒന്നും മുസിട്ടത് ഇതെല്ലാം കാണുന്നുണ്ടോ നീ? ഇല്ല ഒരൊക്കെ പറയാം കാണുന്നുണ്ടെങ്കിൽ കാണുള്ളൂ. എനിക്ക് ചൂണ്ട് മൂടി വന്നിട്ട് അങ്ങോട്ടേക്കറ. ഏതായാലും ലൈവല്ലേ? മസാലന്റെ ചെമ്പും പായസത്തിന്റെ ചെമ്പലൊന്നും തുറന്ന് കാണിച്ചാൽ ഇനി എന്തെല്ലാരും വെള്ളം എത്തിക്കായി കൊതി കിട്ടാൻ. അത് ഞാൻ നേരത്തെ ഉണ്ണീനോട് ചോദിച്ചിക്ക് ജോലി സ്ഥിരമായോ? അന്നേരം ഉണ്ണി വന്നതാ എന്തിനാ കല്യാണം കഴിക്കാനല്ലേ? കല്യാണം കഴിപ്പിക്കാറ്റേ അല്ല കണ്ണൂർ തന്നെ നോക്കിയാലേ പിന്നെ എവിടെ പോകണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ട്. വിചാരിക്കുന്നല്ല ചായ കൊടുത്താൽ കുത്തിരിക്കുന്നുണ്ടാ? ഒന്ന് ചായ അവിടെ കുത്തിരിക്കുന്നുണ്ടാ? കണ്ണൂർ നെട്ടനാ നീ ചായ കൂടെ കുത്തിരിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചേ. ഓള് പറഞ്ഞു കണ്ണൂർ അന്ന് പറഞ്ഞേ ഞാനും പറഞ്ഞ മറ്റേ ദൂരം അടുത്തല്ലേ മെക്കോട്ട് പോകണ്ട. ഇത് അടുത്ത ദൂരെ ഒന്ന് കഴിച്ചാൽ മെക്കോട്ട് പോകല്ലോ. അവയാ നീ കേട്ട് കഴിഞ്ഞ കുറിച്ച് മാത്രം ഉദ്ദേശിച്ചതാ പറഞ്ഞേ. കഴിച്ചില്ല പ്രശ്നമുണ്ടോ? കഴിക്കില്ല പ്രശ്നമുണ്ട്. പ്രശ്നമില്ല കഴിഞ്ഞാൽ പൂവനാവില്ല. വെള്ളം വെച്ച് തളിയോറ് കഴിച്ചിട്ട് അറിയണം മോനെ അതിന്റെ സുഖോ. കുട്ടികളെ കൊണ്ട് വേണ്ട. പിന്നെ സ്കൂളിലൊക്കെ കുട്ടികളെ വേണല്ലോ. കുട്ടികളെ വേണ്ട അടിയം കൊടുക്കണം. കുട്ടികളില്ലെങ്കിൽ പറയണ്ട കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ? ഇപ്പൊ നല്ല കിട്ടാല് കിട്ടുന്നുണ്ട്, പണി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ലൈവ് വിടുമ്പോ മ്യൂട്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഞങ്ങളോട് ഒരാളെ ചാനൽ മൊത്തം പോയി. 2K ആയതാ. 2K അല്ല 4K ആയ ചാനലാ പോയി, മൊത്തം പോയി. ഭയങ്കര സങ്കടമൊക്കെ എന്നിട്ട് കണ്ണൂർ പറ്റാ. അതല്ല എന്റെ മോള് പ്രാവശ്യം പോവാത്തത്. ഓള് യൂട്യൂബിൽ എന്റെ മോക്ക് ഒക്കെ ഇത് ഞാൻ പാച്ചു വൈഫായിട്ട് വരൂ എഴുതിട്ട് മാറ്റി വെച്ചതാ. മാറ്റി വെച്ചോണ്ടാന്ന് തോന്നുന്നു, രണ്ടാളും വന്നിട്ടില്ല. ഫ്രൂട്ട്സായോണ്ട് നമ്മളെ മേം ഒരു കപ്പിൽ ഇട്ടുണ്ടെങ്കിൽ ഇത് തീർത്തിട്ട എന്നെ ചോറയ്ക്കാൻ വെക്കാനല്ലേ വിളിച്ചോണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ബിരിയാണിയും സലാഡൊക്കെ റെഡിയായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.